ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ ദിവസമാണ് ഇന്ന്. നമ്മൾ വളരെ പുതുമയുള്ള ഒരു ടോപ്പിക്, നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും കാണുന്ന, എപ്പോഴും ചെയ്യുന്ന ഫീലിംഗ് ആൻഡ് നോയിങ്, ഈ രണ്ട് പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സുകൾ എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ആന്റണി സാറിനെ നമുക്ക് കേൾക്കാം. നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആന്റണി സാറിനെ. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബ് സാർ. ഓക്കെ, നമ്മളുടെ വിഷയം ഇന്നത്തേത്, ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വിഷയം ഫീലിംഗ് ആൻഡ് നോയിങ് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ്. ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഫീലിംഗ്, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു എന്താണ് ഫീലിംഗ്. നമ്മളുടെ അനുഭൂതികൾ ഉണ്ടാകുന്നത് അത് വികാരമല്ല, വികാരത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. ആദ്യമേ നമുക്ക് ഒരു ഫീലിംഗ് അല്ല ഉണ്ടാകുന്നത്, ഏതെങ്കിലും ഒരു വികാരം അതിൻ്റെ പിന്നിൽ ഉണ്ടാകും. കാരണം വികാരം എന്ന് പറയുന്നത് നമ്മളുടെ ബിൽറ്റിൻ ആയിട്ടുള്ള ഒന്നാണത്. നമ്മളുടെ മൈൻഡിൽ അല്ലെ ബോഡിയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ട്രിഗേഴ്സ് ഇങ്ങനെയൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളിൽ വികാരങ്ങൾ ഉണ്ടാകാം. പക്ഷെ പലപ്പോഴും അതൊരു ഫീലിംഗ് ലെവലിലേക്ക് വന്നിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. ഫീലിംഗ് എപ്പോഴും വികാരത്തോട് ബന്ധപ്പെട്ടതാണെങ്കിലും അത് ഹിഡൻ ആയിരിക്കും. അത് നമ്മൾ അറിയണമെന്നില്ല ഇന്ന വികാരമാണെന്നുള്ളത്. പക്ഷെ അത് സാധാരണഗതിയിൽ നമുക്ക് അറിയത്തില്ല, സാധാരണക്കാർക്കും അത് അറിയാൻ സാധിക്കില്ല. ഇന്നത്തേത് ഫീലിംഗ് ആൻഡ് നോയിങ് എന്നുള്ളതാണ്. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൈൻഡ്ഫുൾ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഘടകം അല്ലെങ്കിൽ അതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് നോയിങ് എന്നാണ്. അല്ലെങ്കിൽ ഫീലിങ്ങിനെ അതേക്കുറിച്ച് നമ്മൾ അറിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ അനുദിന ജീവിതത്തില് ഭൂരിപക്ഷം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ അവര് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരു ശബ്ദ കോലാഹലങ്ങൾ, ഇന്നർ ചാറ്ററിങ് എന്ന് വേണേൽ നമുക്ക് പറയാം, അല്ലെ മൈൻഡ് ചാറ്ററിങ് എന്ന് പറയാം. ഒരു ശബ്ദത്തിന്റെ അല്ലെങ്കിൽ ചിന്തകളുടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നേരെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ ഇല്ലാതെയാണ് ഭൂരിപക്ഷം ആളുകളും ജീവിച്ചു പോകുന്നത്. കാരണം നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ട്യൂൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അനുദിന ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ നോയിങ് എന്ന് പറയുന്ന ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണ്. നമുക്കിതില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കുന്നു, ഇതിനകത്ത് എന്താ വ്യത്യാസം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകുകയില്ല. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റീസെറ്റ്, റിലീസ്, റീഗെയിൻ ആൻഡ് എന്നുള്ള ഈ ഒരു വർഷത്തെ വിഷയത്തിന്റെ 17ാമത്തെ ക്ലാസ് ആണ്. പലപ്പോഴും നമ്മളുടെ അറിവ് എന്ന് പറയുന്നത്, നമ്മൾ അറിയുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു വളരെ കാര്യമാണ്. നമ്മളുടെ മൈൻഡിനെ പറ്റി പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. നമ്മളുടെ മൈൻഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും എൻ്റെ മനസ്സിലെ ചിന്ത ഇങ്ങനെയുള്ളത് വരെ അറിയും. പക്ഷെ നമുക്ക് ഒരു ഇന്നർ മൈൻഡ് ഉണ്ട്, ഔട്ടർ മൈൻഡ് ഉണ്ട്. ഒരു ചിന്ത വരുന്നതിന് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വരുന്നതിന്, ചിന്തയല്ല ആദ്യം വരുന്നത്. ഞാൻ അതേക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ഞാൻ എടുക്കാം. നമ്മൾ വികാരം, ചിന്ത, ഫീലിംഗ്സ്, സെന്റിമെന്റ്സ് ഇങ്ങനെയുള്ള ഇതിനെ കുറിച്ചുള്ള അതിന്റെ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ഒരു വശം ഞാൻ അടുത്ത ആഴ്ചയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ, നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്കുണ്ടാകുന്ന ഈ വികാരങ്ങൾ അല്ലെങ്കിൽ ഫീലിങ്സ് ഇത് ഒക്കെ വരുന്നതിന് രണ്ട് ഫേസിൽ നിന്നാണ് വരുന്നത്. ഒന്ന് ഔട്ടർ സ്പേസ് എന്ന് പറയും, ഔട്ടർ മൈൻഡ് എന്ന് വേണം നമുക്ക് അതിനെ വിളിക്കാം. എന്താണ് ഔട്ടർ മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭൂതികൾ അല്ലെങ്കിൽ ട്രിഗേഴ്സ് എന്നോ അല്ലെങ്കിൽ ചിന്തകളല്ല, അതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളുടെ റിയാക്ഷൻസ്, നമ്മൾ എങ്ങനെ പെരുമാറുന്നു. ദെൻ നമുക്കൊരു ഇന്നർ മൈൻഡ് ഉണ്ട്. ഇന്നർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും നമ്മളുടെ നമ്മൾ അറിയുന്നില്ല, നമ്മളുടെ അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളിലേക്ക് ചിന്തകൾ കൊണ്ടുവരാം അല്ലെങ്കിൽ അനുഭൂതികൾ കൊണ്ടുവരാം. ഞാൻ ഈ ചിന്ത എന്നുള്ള വാക്ക് ഇന്ന് ഉപയോഗിക്കുന്നില്ല. പ്രധാനമായിട്ടും
കാരണം അത് നമുക്ക് അനുഭൂതി എന്നുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സ് ഇമോഷൻസ് എന്നുള്ള അതിലേക്ക് ആ ഒരു ആ വാക്കുകളായിരിക്കും കുറെ കൂടി ഏറ്റവും യോജിച്ചതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഫീലിംഗ് ആൻഡ് നോയിങ് വിത്ത് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളി എന്നുള്ള ആ ഒരു എന്താണ് ആ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫീലിംഗ് ആൻഡ് നോയിങ്ങിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് അറിയാതെ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ഒരു പെട്ടെന്നുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകാതെ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഏറ്റവും എന്താണ് നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം. ഇത് പലപ്പോഴും നമ്മളുടെ ഈ ചിന്തയിൽ അല്ലെങ്കിൽ അവൻ അത് പറഞ്ഞു, അവൾ അത് പറഞ്ഞു, അല്ലെങ്കിൽ നീ അങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെയാണ് ചെയ്തത്, ഇതെല്ലാം നമ്മളുടെ ഈ ഫീലിങ്സിനെ ബേസ് ചെയ്താണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം, നമ്മളോട് ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സുഖകരമല്ലാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നീ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ജഡ്ജ്മെന്റിലേക്ക് പോകാതെ കൂടുതൽ വൈകാരികമായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകാതിരിക്കുന്നതിന് എങ്ങനെ സഹായിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കാനാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെത് പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് നമ്മളുടെ ഇന്നത്തെ വിഷയങ്ങൾ? ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ പ്രധാനമായിട്ടും വാട്ട് ഈസ് എ ഫീലിംഗ് അല്ലെങ്കിൽ ഫീൽ മൈൻഡ്ഫുള്ളി എന്നുള്ളത് എന്താണ്, വാട്ട് ഈസ് നോയിങ് മൈൻഡ്ഫുള്ളി, the differences between knowing and feeling, mindful knowing, the role of mindfulness and mindful tools. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയും. ഒന്നാമത്തേത് എന്താണ് ഇപ്പം നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ്സുമായിട്ട് അല്ലെങ്കിൽ ഫീലിംഗ് ആൻഡ് നോയിങ്ങിനെ കുറിച്ചുള്ള അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഇമോഷണൽ റെഗുലേഷൻസിന് ഇത് വളരെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാറില്ല. നമുക്ക് വരുന്നത് നമ്മൾ പറയുന്നു, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ എന്തും ഇങ്ങോട്ട് കിട്ടുന്നു അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. പലപ്പോഴും നമ്മളിൽ തന്നെ അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ആന്തരികമായിട്ടുള്ള ആ ഇമോഷൻസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കണമെന്ന് പറയുമ്പോഴേക്കും നിയന്ത്രണത്തെക്കാൾ കൂടുതൽ മനസ്സിലേക്ക് കടന്നു വരുന്ന വികാരങ്ങളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒബ്സർവേഷനും റെഗുലേഷനും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഫീലിംഗ് ആൻഡ് നോയിങ്. ദെൻ അടുത്തത് റെഡ്യൂസസ് ദ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഇത് തീർച്ചയായിട്ടും നമ്മളുടെ അനാവശ്യമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള ഈ രീതിയിലേക്ക് വരുന്നത് അത് നമ്മുടെ സ്ട്രെസ്സും ആൻഡ് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് ഒത്തിരി സഹായമാണ്. മൂന്നാമത്തത് നമ്മളുടെ കുറിച്ചുള്ള സെൽഫ് നോളജ് അത് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. കൂടുതൽ ആഴത്തിൽ നമ്മൾ അറിയാത്ത മേഖലകളിലേക്ക്, നമ്മളുടെ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സിലേക്ക്, വികാരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് ഇതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് തന്നെ കൂടുതലായിട്ടുള്ള അവയർനെസ് കിട്ടുന്നതിന് നമ്മളെ സഹായിക്കും. ദെൻ ഇത് തീർച്ചയായിട്ടും നമ്മുടെ വികാരങ്ങളുടെ റെഗുലേഷൻസ്, നമ്മളുടെ സ്ട്രെസ്, ആങ്സൈറ്റി കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ചുള്ള കുറെ കൂടി ആഴത്തിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു അറിവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ നമ്മളുടെ റിലേഷൻഷിപ്പിനെ, നമ്മളുടെ ബന്ധങ്ങളെ അത് മെച്ചപ്പെടുത്തും. കാരണം പലപ്പോഴും ബന്ധം ഉലഞ്ഞു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാതെ മറ്റുള്ളവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ അടുത്തത് എൻകറേജ് സെൽഫ് അക്സെപ്റ്റൻസ്. നമ്മളെ തന്നെ കൂടുതലായിട്ട് ഓക്കെ, എനിക്ക് ഇന്ന രീതിയിലാണ് എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് അറിയാനും, അതുപോലെ തന്നെ പെട്ടെന്ന് ചാടി ഒരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേൾക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻപുട്ടിനെ പെട്ടെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇത് വളരെ ആവശ്യമാണ്. ഇത് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിന്, നമ്മളുടെ മനസ്സമാധാനത്തിന്, നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കുന്നതിന്, ഇതിനെല്ലാം അല്ലെങ്കിൽ നമ്മളുടെ ഓവറോൾ വെൽബീയിങ്ങിന് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ദെൻ ഇത് എല്ലാം കാര്യം, അതായത് ഇമോഷണൽ റെഗുലേഷന്, സ്ട്രെസ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അത് കുറയ്ക്കുക, ആങ്സൈറ്റി ഇല്ലാതാക്കുക, നമ്മളുടെ തന്നെ സ്വന്തം അറിവ്, അതുപോലെ സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മളുടെ ബന്ധങ്ങളെല്ലാം മെച്ചപ്പെടുമ്പോൾ
നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് കൂടുതലായിട്ട് നമ്മളുടെ ശാരീരികമായ ആ സുഖം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വെൽ ബീയിങ് നമുക്കുണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ വൈകാരികവും മാനസികവുമായിട്ടുള്ള ബന്ധങ്ങളും ഇതിന് തീർച്ചയായിട്ടും സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഈ ഫീലിംഗ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മളുടെ നോയിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഫീലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൽ നിന്നോ നമ്മളുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ കോൺഷ്യസ്, ഞാൻ പറഞ്ഞല്ലോ ഔട്ടർ മൈൻഡ് ആൻഡ് ഇന്നർ മൈൻഡ് എന്ന് നമുക്ക് പറയാവുന്ന, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. ഒന്ന് കേൾക്കുന്നു, അതിനോട് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു വികാരം നമ്മളിൽ ഉണ്ടാകുന്നു. ഇതൊന്നുമില്ലെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ അതാണ്. ഇപ്പൊ ഉദാഹരണം സാഡ്നെസ് ആകാം, അല്ലെങ്കിൽ ജോയ് ആകാം, എക്സൈറ്റ്മെന്റ് ആകാം, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു 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 എന്താണ് ഒരു ടൈറ്റ്നെസ് നമുക്ക് തോന്നാം. ഓഫ്കോഴ്സ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിങ്സിനെ കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ ഇമോഷൻസിനെ കുറിച്ചല്ല. നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട്, നമ്മൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ ജോയ്, എക്സൈറ്റ്മെന്റ് ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് ശരീരത്തിൽ വ്യത്യാസപ്പെടും. പക്ഷെ ഇവിടെ നോയിങ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ സാഡ്നെസ് തോന്നുന്നു, ഒരു ഫീലിംഗ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ദെൻ ലേബലിംഗ്, നമ്മൾ അതിനെ ഓക്കെ ദെൻ ഐ ഫീൽ ഇറ്റ് നൗ സാഡ്നെസ് എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് അറിയാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഹാപ്പിനെസ് ആകാം, അല്ലെങ്കിൽ ജോയ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനും ലേബൽ ചെയ്യാനും സാധിക്കുന്നു. ഒരു വസ്തുതയെ നമ്മളിൽ ഒരു റോ മെറ്റീരിയൽ പോലെ വരുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒന്നിനെ അറിയുകയും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴേക്കും, പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് വളരെ ലൈറ്റ് ആകുന്നു. കാരണം അതിന്റെ ആ ഫോഴ്സ്, അതിന്റെ ആ എഫക്റ്റ് വളരെ കുറയ്ക്കുന്നതിന് നമുക്ക് സാധിക്കും. ഓക്കെ, അടുത്തത് ഇമോഷണൽ അവയർനെസ് ആണ് ഇവിടെ കൂടുതലായിട്ടുണ്ടാകുന്നത്. നോയിങ്ങില് അക്സെപ്റ്റൻസ് വേഴ്സസ് റിയാക്ഷൻ. പെട്ടെന്നുള്ള റിയാക്ഷനേക്കാൾ അക്സെപ്റ്റൻസ് നമുക്കുണ്ടാകുന്നു. കമ്പാഷൻ, ഇനി നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നു, അത് എനിക്ക് ഇന്ന ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ക്രോണിക് ആയിട്ട് ഞാൻ സാഡ്നെസ് ഫീൽ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് കൂടുതൽ കമ്പാഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും, അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്നു. ദെൻ അടുത്തത് റോ ആയിട്ടാണ്. ഇമ്മീഡിയറ്റ് സെൻസറി ഇതാണ്. കണ്ടു, അതേക്കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് നടത്തി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇത് പ്ലസന്റ് ആണ്, അൺപ്ലസന്റ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ എപ്പോഴും നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന അതാണ്. നമുക്ക് അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു റിഫൈനിങ് നടത്താതെ റോ മെറ്റീരിയൽ പോലെയാണ് നമ്മുടെ ഫീലിങ്സ് വരുന്നത്. അതേസമയം നോയിങ്ങില് റിഫ്ലക്റ്റീവ് ആൻഡ് ഇന്റർപ്രറ്റീവ് ആണ്. അതായത് നമ്മൾ അതേക്കുറിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. എനിക്കിപ്പോൾ ഒരു സാഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മൾ അവിടെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വികാരം ഉണ്ടാകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്താൻ നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ കാരണം ഇങ്ങനെ ഉണ്ടാകാം, അത് എന്തുകൊണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു റിഫ്ലക്റ്റീവ് മോഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും, പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ. ദെൻ ഫീലിംഗ് എന്ന് പറയുന്നത് ഹാപ്പൻസ് നാച്ചുറലി ആൻഡ് ഓഫൺ അൺകോൺഷ്യസ്ലി. അതായത് നമ്മൾ അറിയുന്നില്ല, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും ഒക്കെ അത് നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. ദെൻ നോയിങ്ങിലാണെങ്കിലോ റിക്വയർസ് കോൺഷ്യസ് അറ്റൻഷൻ. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് നമുക്കുണ്ടാകും, മൈൻഡ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇതുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിയാൻ സാധിക്കുന്നു. അതിന് നമ്മുടെ കോൺഷ്യസ് ലെവലിലേക്ക് വരണം, അല്ലെങ്കിൽ കോൺഷ്യസ് അറ്റംപ്റ്റ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്ത ഡിഫറൻസ്, വളരെ വികാരങ്ങൾ അല്ലെങ്കിൽ ഈ അനുഭൂതികൾ എന്നൊക്കെ പറയുന്നത് വളരെ ഇന്റൻസ് ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മളുടെ ആക്ഷൻസിനെ, നമ്മളുടെ ബോഡിലി ആയിട്ടുള്ള റിയാക്ഷൻസ് നമ്മളിൽ ഉണ്ടാക്കും. ഉദാഹരണമായിട്ട് പെട്ടെന്നൊരു തലവേദന പോലെ ഒരു ഇത് വരാം, അതല്ലെങ്കിൽ ഗട്ട് ഫീലിങ്സ്, നമ്മളുടെ വയറ്റിൽ എന്തെങ്കിലും ഒരു മുറുകപ്പിടുത്തം പോലെ തോന്നാം, അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് വേർക്കാം, അല്ലെങ്കിൽ കൈകാലുകളിലൊക്കെ കൂടുതലായിട്ടുള്ള എനർജി വന്നിട്ട് ഇങ്ങനെ എടുത്തുനിന്ന് വരും. അങ്ങനെയൊക്കെയുള്ള ഇത് വളരെ സട്ടിലായിട്ടും ഓവർവെൽമിങ്, നമുക്ക് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ പോകും. ദെൻ നോയിങ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹെൽപ്സ് ക്രിയേറ്റ് എ സ്പേസ്. ഓരോ വികാരങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ അനുഭൂതികളുടെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കുന്നതിനും
അതുപോലെ തന്നെ അതിന്റെ കാരണങ്ങൾ ഒരു കുറച്ചുകൂടെ റിഫ്ലക്റ്റീവായിട്ട് ശാന്തമായിട്ട് ചിന്തിക്കുന്നതിന് അല്ലെങ്കിൽ ആലോചിക്കുന്നതിന് നമുക്ക് സാധിക്കും. പെട്ടെന്നുള്ള ആ ഒരു റിയാക്ഷനേക്കാൾ കൂടുതൽ ആയിട്ട് ഓരോ വികാരങ്ങൾ അല്ലെങ്കിൽ ഇതുണ്ടാകുമ്പോൾ അതിനിടയിലുള്ള ആ സ്പേസിനെ കൂടുതലായിട്ട് ആഴത്തിൽ തിരിച്ചറിയുന്നതിന് നമുക്ക് സാധിക്കും. Then feeling is about what is happening inside. അതായത് അടുത്ത ഡിഫറൻസ് ആണ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്നതാണ്, നമുക്കുണ്ടാകുന്നതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷത്തില് നിങ്ങൾക്ക് ഓരോ വാക്ക് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീലിംഗ് ഉണ്ടാകാം. ഈ പറയുന്നത് ശരിയാണോ അല്ലെ തെറ്റാണോ, അല്ലെങ്കിൽ അതാണോ ഇതാണോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം നിങ്ങൾ ചിന്തിക്കും. അതുപോലെ നമ്മൾ ഓരോന്ന് കാണുമ്പോഴും നമുക്കുണ്ടാകും. പക്ഷെ നോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ്ലി അവെയർ ഓഫ് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തത്സമയമായിട്ടുള്ള അവബോധം നമുക്ക് കിട്ടുന്നതിന് സഹായിക്കും. ഇൻസൈഡിൽ വരുന്നതാണെങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് നമുക്ക് കിട്ടാൻ പറ്റും. സോ ഫീലിംഗ് ആൻഡ് നോയിങ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജിങ് ഇതാണ്. അതിനൊരു ബ്രിഡ്ജിങ് എഫക്റ്റ് ഉണ്ട്. അതായത് അതൊരു പരസ്പരം ബന്ധിതമായിട്ടുള്ള ഒന്നാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എംബോഡിഡ് അവയർനെസ് ആണ്. ഫീലിംഗ് ആൻഡ് നോയിങ് എന്ന് പറഞ്ഞാല് നമ്മൾ അറിയുന്ന മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് കൃത്യമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന വിചാരങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ അനുഭൂതികളെ നമ്മൾ അറിയുന്നു. അത് ആയിരിക്കാം, വൈകാരികമായിരിക്കാം, മാനസികമായിരിക്കാം. ഇങ്ങനെയുള്ളതിനെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ്, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ചിന്തകൾ, നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അത് എംബോഡീഡ് അവയർനെസ് ആണ് ഫീലിംഗ് ആൻഡ് നോയിങ് എന്ന് പറയുന്നത്. ഫീലിംഗ് ആസ് നോയിങ്. അടുത്തത് ഈ ഇമോഷൻസിനെയും അതുപോലെ ഫീലിങ്സിനെയും തമ്മിലുള്ള ആ റിയാക്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അതിനൊരു സ്പേസ് ഉണ്ടാകും. നമ്മൾ കേട്ട് കഴിയുമ്പോഴേക്ക് എടുത്തു ചാടി എന്തെങ്കിലും പറയുന്നതിനേക്കാൾ ഐ എം ഹിയറിങ് സംതിങ്, അത് ചിലപ്പോൾ പ്ലസന്റ് ആയിരിക്കാം, നമുക്ക് സന്തോഷമുള്ളതായിരിക്കാം, എൻജോയ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എല്ലാം മറന്ന് നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കും. ഇനി അൺപ്ലസന്റ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പം നമ്മളുടെ ഒരു സംവാദം നടക്കുകയാണ്, ഒരു വളരെ ശക്തമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു നടക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. എന്താണ്? ഒരു മൈൻഡ്ഫുൾനെസ് വഴി നമുക്കത് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിനൊരു സ്പേസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അയാൾ പറയുന്നത് എന്താണെന്ന്. കാരണം നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും അതിന് ഉത്തരം പറയാനാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതൊരു ഗുഡ് ലിസണറിന് പറ്റിയ കാര്യമല്ല. അപ്പൊ നമ്മൾ അയാൾ പറയുന്നതിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുന്നു. ഈവൻ നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മളുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷനിൽ, നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ആ സംസാരങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ ആ കസ്റ്റമേഴ്സും ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അറിയുന്നതിനിടെ ഗുഡ് ലിസണിങ്ങിന് നമ്മൾ സാധിക്കും. ദെൻ അടുത്തത് ഇന്റഗ്രേഷൻ ഓഫ് ബോഡി ആൻഡ് മൈൻഡ്. ദാറ്റ് മീൻസ് അതിനെ നമുക്ക് ദ വിസ്ഡം ഓഫ് സെൻസേഷൻസ് എന്ന് പറയാം. നമ്മളുടെ ബോഡിയിൽ മൈൻഡ്ഫുൾനെസ് വഴി ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സെൽഫ് ഇൻട്രോസെപ്ഷൻസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇന്റേണൽ ബോഡിയിൽ ഉണ്ടാകുന്ന സിഗ്നൽസ് അറിയാൻ പറ്റും. ചിലപ്പോൾ എക്സ്റ്റേണൽ ആയിരിക്കണമെന്നില്ല. ഇപ്പം നമ്മളുടെ ഉദാഹരണമായിട്ട് നമുക്ക് ശ്വാസത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ആ വേരിയേഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ കൂടുതലായിട്ടും പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഗട്ട് ഫീലിങ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ചില ആളുകളെ സംബന്ധിച്ച് ചിലർക്ക് അത് പെട്ടെന്ന് അവരുടെ വയറ്റിലേക്കായിരിക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ബോഡിയുടെ ആ ഇന്റഗ്രേഷൻ, ബോഡി ആൻഡ് മൈൻഡിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കി ഇതിങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞ് അതിനോട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്തത് നമ്മളുടെ ആ ബ്രേക്കിംഗ് ഇല്യൂഷൻ ഓഫ് സെപ്പറേഷൻ. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ചിന്തയും നമ്മളുടെ നമ്മളുടെ മനസ്സും അറിയുന്നതും തമ്മിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഒരു ഡീപ്പ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതിന് സാധിക്കും. പലപ്പോഴും നമ്മൾ ഇല്യൂഷനിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ആ ഇമോഷൻസിനനുസരിച്ച് അപ്പോൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അതിന് പകരം നമുക്ക് ആ റിയാക്ട് ചെയ്യാനുള്ള ആ ഹാബിറ്റിനെ മാറ്റി കൂടുതൽ ഇന്റഗ്രേഷൻ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വൈകാരികമായിട്ടുള്ള അറിവുകൾ നമ്മളെ സഹായിക്കും.
മറ്റൊന്ന് മെറ്റാ അവയർനെസ് പറയും. ഒരു അവയർനെസ്സിനേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു അവയർനെസ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫീലിങ്സിനെയും കുറെ കൂടി ആഴത്തിൽ അടുത്തറിയുന്നതിന് നമുക്ക് സഹായിക്കും. ദെൻ എംബോഡിഡ് വിസ്ഡം എന്ന് പറയും. അതായത് ഓക്കെ, അത് കഴിഞ്ഞു. ഈ മൈൻഡ്ഫുൾനെസ് അവയർനെസ് എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ കേൾക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അല്പം ഒന്നൊരു ഒരു സ്പേസ് കൊടുത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അതേക്കുറിച്ച് മൈൻഡ്ഫുൾ ആയിട്ട് അവെയർ ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴേക്കും കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ലീഡിങ് ടു എ വൈസ് റെസ്പോൺസ്, നമുക്ക് കുറെ കൂടി വിവേകപരമായിട്ടുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനത്തോട് കൂടിയിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിന് സാധിക്കുന്നു. അതിന് റിയാക്ഷൻ നമുക്ക് മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഓക്കെ, മൈൻഡ്ഫുൾ നോയിങ്, യു സെൻസ് ദി ഫീലിംഗ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ്ലി. അതായത് നമ്മളുടെ ഓരോ ചിന്തയല്ല, നമ്മുടെ വികാരങ്ങൾക്ക് ചിന്തകളൊക്കെ സംഭവിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോറി ഉണ്ടാകും. നമ്മളുടെ ഓരോ ഇമോഷൻസിന്, നമ്മളുടെ ഓരോ ഫീലിങ്സിന് ഒരു സ്റ്റോറി കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെ കുറിച്ച്, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു വിചാരിക്കുക, നമ്മൾ അത് കാണുന്നു, അതേക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമ്പോഴും നമ്മൾ അവിടെ ഒരു സ്റ്റോറി ഉണ്ടാകും. അതുപോലെ നമുക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ പിന്നിൽ ചുറ്റിപ്പറ്റി കുറേയേറെ വാക്കുകൾ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു സ്റ്റോറി നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമുക്ക് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. ദെൻ അതുപോലെ തന്നെ വിറ്റ്നസിങ് ദി റൈസിങ് ഇമോഷൻ, നമ്മളുടെ ആ ഇമോഷൻസിനെ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ അതിന്റെ അത് കാണുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, സോറി, നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കും എന്താണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള റിയാക്ഷൻസും രണ്ട് രീതിയിലുള്ള ഇമോഷണൽ ബിൽഡപ്പ് ആയിരിക്കും നടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന നമ്മളുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയുന്നതിന് മൈൻഡ്ഫുൾനെസ് നമുക്ക് സഹായിക്കും. ദെൻ യു സ്റ്റേ വിത്ത് ദ ബോഡി, എന്താണ് നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും തമ്മിലുള്ള ആ ഒരു ഇന്റഗ്രേഷന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഫീലിംഗ് ആൻഡ് ദ മൈൻഡ് ഇമോഷൻ ആസ് വൺ ഹോൾ എക്സ്പീരിയൻസ്. ഇത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ അതെപ്പോഴും സംഭവിക്കുന്നുണ്ട്. മൈൻഡും ബോഡിയും തമ്മിൽ ഉള്ള ആ ഇമോഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ഒരേപോലെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നമുക്ക് സാധിക്കും. ഓക്കെ, ദ റോൾ ഓഫ് മൈൻഡ്ഫുൾനെസ്. അടുത്തത് കൾട്ടിവേറ്റിംഗ് അവെയർനെസ്. മൈൻഡ്ഫുൾനെസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ വികാരങ്ങൾ നമ്മളെ ഹൈജാക്ക് ചെയ്യാതിരിക്കുന്നതിന് സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ അമിഗ്ഡാല വഴി നമ്മൾ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ്ങിങ് എന്ന് വേണേൽ പറയാം. ആ രീതിയിലുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഫിസിക്കലായിട്ടുള്ള ബിഹേവിയർ അല്ല, നമുക്കുണ്ടാകുന്ന ആ മാനസികമായിട്ടുള്ള ആ റിയാക്ഷൻസിനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കും. ദെൻ ഈ നോയിങ് ആണെങ്കിൽ, ഒരു ഫീലിങ്സിൽ നിന്ന് നമ്മൾ നോയിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിം ആൻഡ് ക്ലാരിഫൈ ഇറ്റ്, നമുക്കതിനെ ഒന്ന് പേര് ചൊല്ലി വിളിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ ആഴത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതിനും നമ്മളോട് തന്നെ കൂടുതൽ, അതായത് നമ്മളോട് തന്നെയുള്ള ആ വെറുപ്പ് അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ആ ഹേറ്റഡ് അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ആ നമ്മളെ കുറിച്ചുള്ള ആ സെൽഫ് ഇമേജ്, തകർക്കപ്പെട്ട സെൽഫ് ഇമേജിനെ മാറ്റി കുറച്ചുകൂടി കൈൻഡ്നെസ്സോട് കൂടി നമുക്ക് തമ്മിൽ പെരുമാറാൻ നമ്മുടെ ഈ നോയിങ് നമ്മളെ, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ നോയിങ് നമ്മളെ സഹായിക്കും. ക്രിയേറ്റിംഗ് എ സ്പേസ്, അതായത് നമുക്കും നമ്മളുടെ വികാരങ്ങൾക്കും അതുപോലെ തന്നെ അതിനോട് ഉള്ളതിനെ കുറിച്ചുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നു മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരിക്കും. മനസ്സിൽ തന്നെ മതി, ആളുകളോട് വ്യക്തികളോടാകണമെന്നില്ല, മനസ്സിൽ തന്നെ നമുക്ക് ഈ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഓ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അയാൾ പറയുന്നത് ശരിയല്ല, അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിയല്ല, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ആ ജഡ്ജ്മെന്റ് മാറ്റി അതേസമയം ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ റിയാക്ഷൻ ടൈമിങ് അത് കുറച്ച് വരുന്നതിന്, അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ആ ജഡ്ജ്മെന്റൽ മൈൻഡിനെ തിരിച്ചറിയുന്നതിന് നമുക്ക് സാധിക്കും. ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, നമുക്കുണ്ടാകുന്ന ആ ഇമോഷൻസിനെ അല്ലെങ്കിൽ അതിന്റെ ആ ഫീലിങ്സിനെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പം ആങ്ഷ്യസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിയർ ആയിരിക്കും.
അല്ലെങ്കിൽ നമുക്ക് ജോയ് ആണെന്നുണ്ടെങ്കിൽ, ജോയ് എന്ന് പറയുന്നത് അതൊരു വികാരം തന്നെയാണ്. അപ്പൊ ആ ജോയ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകള്, ഓർമ്മകൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അതിന്റെ അതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ആ വ്യത്യാസങ്ങളെ കുറിച്ച് നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ ആ ട്രാൻസിഷൻ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അലവിങ് ആൻഡ് അക്സെപ്റ്റിങ്, നമുക്ക് ഇതിനെ ഒന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നില്ല, അറിയുന്നില്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് ഇന്ന വികാരങ്ങൾ അല്ലെങ്കിൽ ഇന്ന അനുഭൂതികൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട്, അത് ഈ രീതിയിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു നേച്ചർ പോലെ ആയി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിനെ സപ്രസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിനെ മനസ്സിലാക്കാൻ കഴിയാതെ ഇതൊരു എൻ്റെ പാർട്ട് ഓഫ് ലൈഫ്, എൻ്റെ പേഴ്സണാലിറ്റിയുടെ ആ ഒരു രീതിയായി മാറി എന്ന് ഞാൻ കരുതാതെ അതിനെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്കതിനെ വേണ്ട വിധത്തിൽ, വേണ്ട പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സപ്രസ് ചെയ്യേണ്ട കാര്യമില്ല, അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അംഗീകരിക്കുക, നമ്മളോട് തന്നെ കൈൻഡ്നെസ് കാണിക്കുക എന്ന് നമുക്ക് സാധിക്കും. ദെൻ അടുത്തത് ഇമോഷണൽ റെഡ്യൂസിങ് ഇമോഷണൽ ഹൈജാക്കിംഗ്, ലെസ് ആക്ടിവേഷൻ ഓഫ് അമിഗ്ഡാല. നമ്മളുടെ ആ റിയാക്ഷൻ അതിനെ കുറയ്ക്കുന്നതിന്, അനുദിന ജീവിതത്തിൽ കുറയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് ഉണ്ടാകുന്നു, ഫീലിങ്സ് ഉണ്ടാകുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത് ഊഹിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളതിൽ നിന്നൊരു മാറി കുറച്ചുകൂടി ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു, ഒരു ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഒരു സൗഖ്യം, ആത്മീയം, സെൽഫ് ഹീലിങ്ങിനെ കുറിച്ചാണ്, ആത്മീയം എന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് ആത്മ സൗഖ്യം എന്ന് പറയുന്നത്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ, ഇത് അറിവ് നമുക്ക് ആവശ്യമുണ്ട്, മൈൻഡ്ഫുൾ നോയിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട്, നമ്മളെക്കുറിച്ച് തന്നെ വ്യക്തിപരമായിട്ട് നമ്മളുടെ വികാരങ്ങളെല്ലാം നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ആ വിധി, മറ്റുള്ളവരെ കുറിച്ചും ഓഫ് കോഴ്സ് ആ റോങ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്, അതുപോലെ തന്നെ ഡീപ്പർ ഫീലിങ്സ്, വാട്ട് വി നീഡ്സ്, എന്റെ പ്രശ്നം എന്താണെന്നുള്ളത് സെൽഫായിട്ട് കണ്ടുപിടിക്കുന്നതിന് നമ്മളെ സഹായിക്കും. ബ്രേക്കിംഗ് ഓട്ടോമാറ്റിക് പാറ്റേൺസ്, നമ്മളുടെ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഇങ്ങനെയാണ്, നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ, അല്ലെ കിടക്കുന്നവർ വരെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പാറ്റേൺസ് ഓഫ് റിയാക്ഷൻസ്, ഫീലിങ്സ്, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് നമുക്ക് ഓക്കെ, എനിക്ക് മനസ്സിൽ ഇത് ഉണ്ടാകുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും കൂടുതൽ വെൽ ബീയിങ്ങിന് നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് എംബ്രേസിങ് ഇൻപെർമനൻസ് എന്ന് പറയും. അതായത് ഇതിങ്ങനെ കടന്നു പോകുന്നതാണ്. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ്, തിരിച്ചറിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എംബ്രേസിങ് ഇൻപെർമനൻസ്. ഓക്കെ, ഇത് വരുന്നുണ്ട്, പോകുന്നുണ്ട്. നമ്മളെക്കുറിച്ച് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട്, നമ്മളെ മോശക്കാരായി കാണുന്നത് കൊണ്ട് നമ്മളെ കുറിച്ച് തന്നെ ഒരു സെൽഫ് മോശമായിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാതെ, ഇത് കടന്നു പോകുന്ന കാര്യങ്ങളാണ്, ഇത് എല്ലാവർക്കും ഉള്ളതാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഇതുള്ളൂ എന്ന് നമ്മൾ കരുതിയിട്ട് കാര്യമില്ല. മറ്റൊന്ന്, ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലായിട്ട് വളർത്തുന്നതിന്, നമുക്ക് വൈകാരികമായി ബുദ്ധി വളർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. എന്താണ് അവിടെ? സെൽഫ് അവയർനെസ് കൂടുതൽ കിട്ടുന്നു, സെൽഫ് റെഗുലേഷൻ, അല്ലെങ്കിൽ കൂടുതൽ ഇമോഷണൽ റെഗുലേഷൻസ് നമുക്ക് സാധിക്കും. മറ്റൊന്ന്, എംപതി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളോട് തന്നെ, നമുക്ക് മറ്റുള്ളവരോടും ഈ കാര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് അത് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കും. ഓക്കെ, ദെൻ മൈൻഡ്ഫുൾ ടൂൾസിനെ കുറിച്ചാണ്. മൈൻഡ്ഫുൾ ടൂൾസ് എങ്ങനെയാണ് നമുക്ക്, ഇപ്പൊ ഇത്രയും ഞാൻ തിയറി പോലെ പറഞ്ഞെങ്കിൽ, ഇനി നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനുദിന ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഇതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോസ് ആൻഡ് നോട്ടീസ്. ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഉണ്ട്. അത് ഞാൻ ഇപ്സെ ഫാക്ടോ അത് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ പോസ് ആൻഡ് നോട്ടീസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് നമ്മളിങ്ങനെ വളരെ ദീർഘമായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ എന്താണ്, സിനിമയൊക്കെ കാണുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന പോലെ ആയിരിക്കും, അതിന്റെ സീക്വൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മളൊന്ന് നിർത്തുന്നതിന് വേണ്ടി പോസ് ആൻഡ് നോട്ടീസ്, നമ്മളൊന്ന് ചെറിയൊരു ബ്രേക്ക് കൊടുക്കുക. എന്താണ് നമ്മളുടെ ചിന്തകളുടെ ലോകത്ത് നമ്മളൊന്ന് ബ്രേക്ക് കൊടുക്കുന്നു, അതുപോലെ നോട്ടീസ് ചെയ്യുന്നു. ഓക്കെ, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ മൈ മൈൻഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിന്
വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ എന്താണ് പോസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് 1 മിനിറ്റ് മൈൻഡ്ഫുൾനെസ് കൊള്ളാം, അല്ലെങ്കിൽ 5 മിനിറ്റ് മൈൻഡ്ഫുൾനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇതിനെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക. എന്താണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, ഓരോ ദിവസവും കടന്നു പോകുന്നത്, ഇങ്ങനെ കടന്നു പോയി അതൊരു നമ്മുടെ ഒരു ഹാബിറ്റായി മാറി ഇതിനെ കുറിച്ച്. ദെൻ അടുത്തത് നമ്മളുടെ ബോഡി അവയർനെസ് ആണ്. ബോഡി അവയർനെസ് ഈ നോട്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏതെല്ലാം വികാരങ്ങൾ അല്ലെങ്കിൽ അനുഭൂതികൾ വരുമ്പോഴാണ് എൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് അത് ശരീരത്തെ ബാധിക്കാതെ പോകുന്നില്ല. എല്ലാം ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ബോഡി അവയർനെസ് തീർച്ചയായിട്ടും നമുക്ക് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ആണ്. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് നിങ്ങൾക്കറിയാം. അതായത് നമ്മളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കേൾക്കുന്നതിനെ കുറിച്ച് എപ്പോഴും റിയാക്ട് ചെയ്യുന്നു. അത് ശരി, ഇത് തെറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഈസ് ഗുഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, അല്ലെ പ്ലസന്റ് അൺപ്ലസന്റ്, ഇങ്ങനെ നമ്മൾ എല്ലാത്തിനും നമ്മൾ വിധി പറയുന്ന ഒരു മനസ്ഥിതിയാണെന്ന് ഉണ്ടെന്നെങ്കിൽ അങ്ങനെ അതിനെ കുറയ്ക്കാൻ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നതിന് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അടുത്തതായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവധാനപൂർവ്വം മൈൻഡ്ഫുൾ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് വിത്ത് ക്യൂരിയോസിറ്റി. എന്തുകൊണ്ടാണ് ഇപ്പൊ എനിക്കൊരു കാര്യം മാറ്റിയെടുക്കണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എന്നിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് ട്രിഗേഴ്സ് ആയിട്ട് വരുന്നത്, എന്തുകൊണ്ടാണ് 10, 20, 30, 50 വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്. അത് അപൂർവമായിട്ടായിരിക്കും, പക്ഷെ നമ്മൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡെയിലി നമുക്കുണ്ടാകുന്ന ഫ്രീക്വന്റ് ആയിട്ട് നമുക്കുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ക്യൂരിയോസിറ്റി, വിത്ത് എംപതി, വിത്ത് കൈൻഡ്നെസ്, എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തന്നെ നടത്തുക. ലേൺ, റെസ്പോണ്ട്, നോട്ട് ടു റിയാക്ട്, അതായത് സേക്രഡ് പോസ് എന്ന് പറയാം. അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക. ഒരു കാര്യം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമോഷണൽ റെഗുലേഷന്റെ ഒരു ഭാഗമാണ് റിയാക്ട് ചെയ്യാതെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് നോക്കുക. അതൊരു മൈൻഡ്ഫുൾനെസിന്റെ ഒരു ടൂളാണ്. ദെൻ ഓഫൺ ആസ്ക് യുവേഴ്സെൽഫ്, ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു ചിന്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇതിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ കൊടുക്കുന്ന പ്രാധാന്യമല്ല മറ്റൊരാൾ കൊടുക്കുന്നത്. ചില ആളുകൾ ഇപ്പം നമ്മളിങ്ങനെ എന്താണ് നടന്നു പോകുന്ന സമയത്ത് ചിലരൊന്നും മിണ്ടാതെ പോയാൽ, നമുക്ക് പരിചയമുള്ളൊരു മുഖം നടന്നു പോയപ്പോൾ നമ്മളൊന്നും മിണ്ടാതെ അല്ലെ പുഞ്ചിരിക്കാതെ പോയി, അപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് അയാൾ പോയത്, അല്ലെങ്കിൽ അയാൾക്ക് എന്നോട് ഇഷ്ടമില്ലേ. ചില ആളുകളുണ്ട്, അവരുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോൾ അവരെ ക്ഷണിച്ചില്ലെങ്കിൽ അവർക്ക് വളരെ ഇതുണ്ടാകും. അവരുടെ മകന്റെ കല്യാണം, മകളുടെ കല്യാണം, അല്ലെങ്കിൽ ബർത്ത്ഡേ, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചില്ലെങ്കിൽ വളരെ അപ്സെറ്റ് ആകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ വൈ ഡസ് ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സുപ്രധാനമായിട്ടുള്ള കാര്യം അവർ വിളിച്ചില്ലെങ്കിൽ, ഒരാൾ മിണ്ടാതെ പോയാൽ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആസ്ക്. അതുപോലെ തന്നെ ഓരോ കാര്യം, ഞാൻ എന്തിനാണ് ഈ കാര്യത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത്. അടുത്തത് നമുക്ക് ചെയ്യാവുന്ന വേറൊരു മൈൻഡ്ഫുൾ ടൂളാണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാം. അറിയില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ലിങ്ക് തരേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ഒക്കെ നോക്കുന്നവരാണ്. യൂട്യൂബിൽ ഇഷ്ടം പോലെ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്കറിയാം, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് കുറെ കൂടി വളരെ ആഴത്തിൽ നമുക്ക് റിലാക്സ് ചെയ്യുന്നതിന് സാധിക്കും. മറ്റൊന്ന് മൈൻഡ്ഫുൾ ജേർണലിംഗ് ആണ്. മൈൻഡ്ഫുൾ ജേർണലിംഗിന്റെ ഇതിനെ കുറിച്ചും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എസ്പെഷ്യലി ആഫ്റ്റർ മെഡിറ്റേഷൻ നമുക്ക് മൈൻഡ്ഫുൾ ജേർണലിംഗ് നടത്താം, അല്ലെങ്കിൽ ദിവസത്തിന്റെ അവസാനം നമുക്ക് മൈൻഡ്ഫുൾ ജേർണലിംഗ് നടത്താം. നമുക്കുണ്ടായിട്ടുള്ള വികാരങ്ങളെ കുറിച്ച്, നമ്മളുടെ റിയാക്ഷൻസിനെ കുറിച്ച് ഒരു അക്കൗണ്ട് എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയൊക്കെ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിചാരങ്ങൾക്കല്ല ഞാൻ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്, ഇതാണോ ജീവിതം എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ അതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ലേൺ ടു സ്പീക്ക് സ്ലോലി ആൻഡ് ജെന്റലി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ആ വൈകാരികമായ സംഘട്ടനങ്ങൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മൈൻഡ്ഫുൾ ലിസണിങ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ലേൺ ടു സ്പീക്ക് സ്ലോലി ആൻഡ്
ജെന്റിലായിട്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കുക. ചിലർ വളരെ ഷൗട്ടിങ് അല്ല വളരെയേറെ ഒച്ചയോടുകൂടി ആയിരിക്കും നിസ്സാര കാര്യത്തിന് പോലും സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് കൂൾ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ലേൺ റെസ്പോണ്ട് നോട്ട് റിയാക്ട്. ഓക്കെ, അതറിയാം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. റെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് റെക്കഗ്നൈസ് ദി ഇമോഷൻ. ആദ്യമായിട്ട് നമ്മൾ ഇമോഷനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അലൗ ഇറ്റ് ടു ബി ദെയർ, ഡോണ്ട് സപ്രസ് ഇറ്റ്. അത് വരട്ടെ, അതിനെ നമ്മൾ അറിയുക. പക്ഷേ ഡോണ്ട് റിയാക്ട്, ഡോണ്ട് സെർവ് ടീ. അങ്ങനെയാണെങ്കിൽ അതിനെ അലൗ ചെയ്യുക. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് എനിക്ക് വരുന്നതുള്ളത് കാര്യങ്ങളെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇതുമായിട്ട് നമ്മളുടെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ വൈകാരിക തലങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്. ദെൻ നേർച്ചർ വിത്ത് സെൽഫ് കമ്പാഷൻ. നമ്മളോട് തന്നെ നമ്മൾ നേർച്ചർ വിത്ത് വിത്ത് കമ്പാഷൻ, സെൽഫ് കമ്പാഷനോട് കൂടി ചെയ്യുക. ഓക്കെ, ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ സമ്മറി ഇതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളെ എല്ലാം മായ്ച്ചു കളയാനുള്ള ഒരു മാർഗമായിട്ട് എടുക്കരുത്. അങ്ങനെയല്ല മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. റിലേറ്റ് ദം ടു ഐസലി. നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഇങ്ങനെ തീർത്ത് ഡിലീറ്റ് ചെയ്ത് എറൈസ് ചെയ്ത് കളയുന്ന ഒരു മാർഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റമൂലിയായിട്ട് നമുക്ക് മൈൻഡ്ഫുൾനെസ്സിനെ കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെയല്ല കരുതേണ്ടത്. നേരെ മറിച്ച് നമുക്ക് സെൽഫ് അവയർനെസ് കൂടുതലായിട്ട് കിട്ടുന്നതിനും ഇതിനെ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുന്നതിനും കുറെ കൂടി ഒരു യാഥാർത്ഥ്യമായ ഒരു തലത്തിലേക്ക് വരുന്നതിന് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഒബ്സർവിങ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. അതുപോലെ തന്നെ ഒരു ബീയിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരും. എന്താണ് ബീയിങ്നെസ് എന്ന് പറയുന്നത്? നമുക്ക് ഓരോരുത്തർക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു എന്താണ് നമ്മുടെ അസ്തിത്വത്തിന്റെ ഒരു ലാളിത്യമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്. അപ്പൊ കൂടുതൽ വൈകാരികമായിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ അനുഭൂതിപരമായിട്ടുള്ള ഇത് കൂടാതെ കുറെ കൂടി നമുക്കൊരു ബീയിങ്നെസ് എന്ന് പറയും. അല്ലെങ്കിൽ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ പ്രവൃത്തി കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യം മാത്രമല്ല, വൈകാരികമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് കുറെ കൂടി റിലാക്സ്ഡ് ആയിട്ട് നമ്മളുടെ ആ അസ്തിത്വത്തിന്റെ ആ സാരാംശത്തിലേക്ക്, ലാളിത്യത്തിലേക്ക്, അതിന്റെ ആ നൈർമല്യത്തിലേക്ക് വരുന്നതിന് ടു ബി ഹിയർ ആൻഡ് നൗയിലേക്ക് വരാൻ നമ്മളെ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വികാരങ്ങളെ നമുക്ക് കൂടുതലായിട്ട് അടുത്തറിയുന്നതിനും കൂടുതൽ റെസീലിയൻസ്, അതുപോലെ തന്നെ കൂടുതൽ ഫ്രീഡം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൈൻഡ്ഫുൾനെസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിന്റെ സമയമാണിപ്പോൾ. അതിനു മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ എഴുതിയ 2 പുസ്തകങ്ങളുണ്ട്. 700 രൂപയുടെ പുസ്തകം 450 രൂപയ്ക്ക് ഒരു സ്പെഷ്യൽ ഓഫറാണ്. ഋതുമന്ത്രണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഞാൻ 2023 പബ്ലിഷ് ചെയ്തു. ഈ ആന്തരിക മൗനം നമ്മുടെ അസ്തിത്വ സാരാംശം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഈ മാർച്ച് 8-ാം തീയതിയാണ് അത് റിലീസ് ചെയ്തത്. പുതിയതാണ്. അപ്പൊ നിങ്ങൾക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ നമ്പർ നോട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നു. ഓക്കെ, താങ്ക് യു. Now we can have question and answers. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഒരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും നമ്മൾ ഫീലിംഗ് എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്. ഫീലിംഗ് മാത്രമല്ല, അതിൻ്റെ കൂടെ നോയിങ്. അപ്പോൾ രണ്ട് തലത്തിൽ എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ്റെ പാർട്ടിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. മനോജ് സർ. Sir, നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് we'll have another session. So we'll go for the meditation, Anthony sir, please. If everybody agrees, yeah. Thank you. Okay, 1 second. Yeah, share ചെയ്തോട്ടെ. Okay. കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ സർ. Okay, now we start. Okay.
സ്വസ്ഥമായ ഒരിടത്ത് ഏറ്റവും സുഖപ്രദമായ രീതിയിൽ ഇരിക്കുക. ധ്യാനത്തിന് മുൻപുള്ള ഒരുക്കങ്ങൾ നമുക്കിപ്പോൾ ചെയ്യാം. നമ്മളുടെ ഇറുകിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്താം. അതുപോലെ നമ്മളുടെ ആ ഇരിപ്പിന് ഏതെങ്കിലും തരത്തിൽ ഉള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും ചെയ്യാം. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റിവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അടുത്ത 20 മിനിറ്റ് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായ ഏറ്റവും കുറഞ്ഞ ചലനങ്ങൾ നിങ്ങൾക്ക് സാധിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് സാവധാനം അടയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടം മൃദുവാക്കി നോക്കുക. ഒരു നിമിഷം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം അറിയുക. അടുത്തതായി നമുക്ക് 3 പ്രാവശ്യം ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ ആഴത്തിൽ സാവധാനം ശ്വസിക്കുകയും സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെ സ്വസ്ഥമായിരിക്കുവാനും ഉണർന്നിരിക്കുവാനും അനുവദിക്കുക. ഇനി നമ്മളുടെ സ്വാഭാവികമായ ശ്വാസതാളത്തിലേക്ക് നമുക്ക് തിരികെ വരാം. 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് ആഴത്തിൽ നിങ്ങൾ ശ്വാസമെടുക്കുകയും അത്രയും ദൈർഘ്യത്തോടെ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഈ ഒരു താളക്രമത്തെ നമുക്കിപ്പോൾ വീണ്ടും പരിചയപ്പെടാം. പെട്ടെന്നുള്ള ശ്വാസോച്ഛ്വാസത്തെക്കാൾ കൂടുതൽ അല്പമാഴത്തിൽ ശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനം തുടരാം. താളം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ അല്പസമയം കൂടി അല്പമാഴത്തിൽ ശ്വസിക്കുകയും ശാന്തമായി സാവധാനം വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ആ ശ്വാസതാളക്രമം
അല്പം കൂടി ആഴത്തിലാക്കാം, അല്പം കൂടി നമുക്ക് പരിചയമുള്ളതാക്കാം. ധ്യാനം തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ശരീരം കുറെ കൂടി സ്വസ്ഥമായോ അല്ലെങ്കിൽ കുറെ കൂടി ആഴത്തിൽ ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ശരീരത്തിൽ എന്തെങ്കിലും സംവേദനങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? ഇതെല്ലാം അല്പസമയം ശ്രദ്ധിക്കുക. വീണ്ടും നമ്മുടെ ശരീരത്തിനും മനസ്സിനും സ്വസ്ഥതയും സൗഖ്യവും നൽകുന്ന ആ ശ്വാസ താളക്രമത്തിലേക്ക് വീണ്ടും മടങ്ങാം. നമ്മളുടെ ശ്വസനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം നമുക്ക് തുടരാം. ശ്വാസോച്ഛ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നമ്മുടെ മാനസികമായ ഇപ്പോഴത്തെ നിലയെക്കുറിച്ച് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ഇതിനൊരു ഉത്തരം ആലോചിച്ച് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. ആ ഉത്തരത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യാതെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വികാരങ്ങളെയും അനുഭൂതികളെയും അല്ലെങ്കിൽ ചിന്തകളെയും ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങളിപ്പോൾ നിരീക്ഷകനാണ് അല്ലെങ്കിൽ നിരീക്ഷകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രം നിരീക്ഷിക്കുക. ഒന്നിനോടും പറ്റിപ്പിടിച്ചിരിക്കാതെ കടന്നു പോകാൻ അനുവദിക്കുക. കണ്ണാടിയിൽ നിങ്ങളുടെ നിഴൽ അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം കാണുന്നത് പോലെ മനസ്സിന്റെ കണ്ണാടിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏതൊരു ചിന്തയെയും നിരീക്ഷിക്കുക. ഭാവാത്മകമാണ് ആ ചിന്തകളെങ്കിൽ അതിനെയും തടഞ്ഞു നിർത്തരുത്. അത് ആസ്വദിക്കാമെന്ന് കരുതരുത്. നിഷേധാത്മകമാണെങ്കിൽ അതിൽ നിന്ന് ഓടി ഒളിക്കരുത്. അംഗീകരിക്കുക, നിരീക്ഷിക്കുക. ശാന്തമായി സൗമ്യമായി ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങിപ്പോകുക. നിങ്ങളുടെ മനസ്സിലൊരു പക്ഷേ സന്തോഷമോ സങ്കടമോ അസ്വസ്ഥതയോ അല്ലെങ്കിൽ ശാന്തതയോ എന്തും കടന്നു വരാം.
കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വേലിയേറ്റങ്ങൾ ഒരുപക്ഷെ കടന്നു വരാം. എല്ലാം ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. അറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ, ശാരീരികമായ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, സമ്മർദ്ദങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ശാന്തമായി വീണ്ടും നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് തിരികെ പോകുക. മനസ്സ് വളരെ ആഴത്തിൽ അസ്വസ്ഥമാണെങ്കിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം എടുക്കാം. അതിനുശേഷം വീണ്ടും മനസ്സ് ശാന്തമാകുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭാവികമായ ആ ശ്വാസോച്ഛ്വാസ താളത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ധ്യാനം തുടരാം. എന്നിൽ അനുഭവപ്പെടുന്ന വികാരങ്ങൾ, അനുഭൂതികൾ, ചിന്തകൾ ഇതൊന്നുമല്ല ഞാനെന്ന വിവേകം നമുക്കുണ്ടാകുക. ഞാൻ ശുദ്ധമായ അവബോധമാണെന്ന് തിരിച്ചറിയുക. ഞാനിപ്പോൾ ഒരു സാക്ഷിയാണ്. എന്നിൽ ഉടലെടുക്കുന്ന എല്ലാ വികാര വിചാരങ്ങളുടെയും ഒരു സാക്ഷി. ഞാനെല്ലാം അറിയുവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാനെല്ലാം അറിയുന്നു. ഒരു തീരത്തടിച്ച് വീണ്ടും തിരികെ പോകുന്ന ഒരു തിരമാല പോലെ മനസ്സിലേക്ക് കടന്നു വരികയും തിരികെ പോവുകയും ചെയ്യുന്ന നമ്മളുടെ വികാര വിചാരങ്ങളെ ആ തീരത്തിരുന്ന് നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനെ പോലെ, അല്ലെങ്കിൽ ഒരു നിരീക്ഷകയെ പോലെ നിരീക്ഷിക്കുക. ശാന്തമായി നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക. നമ്മുടെ ഏറ്റവും അടുത്ത, ഒരിക്കലും നമ്മളെ വിട്ടുപിരിയാത്ത ഒരു വിശ്രമ കേന്ദ്രമാണ് നമ്മളുടെ ശ്വാസോച്ഛ്വാസം. എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. അതീവ വിശ്വസ്തമായ ഒന്നാണത്, അല്ലെങ്കിൽ വിശ്വസ്തമായ ഒരു ചങ്ങാതിയാണത്. ആ വിശ്രമ കേന്ദ്രത്തിൽ ഞാനിരുന്ന് എൻ്റെ വികാര വിചാരങ്ങളെ, എൻ്റെ അനുഭൂതികളെ ഞാൻ ശ്രദ്ധിക്കുന്നു. ഒപ്പം എൻ്റെ ശ്വാസോച്ഛ്വാസത്തെയും.
നമുക്ക് മറ്റൊന്നുകൂടി ചെയ്യാം. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വികാരങ്ങളും അനുഭൂതികളും ചിന്തകളും എല്ലാം ശ്രദ്ധിക്കുക. ബോധപൂർവം ശ്രദ്ധിച്ച് അവയുടെ ആ ആഗമനം അല്ലെങ്കിൽ അത് എപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ എത്ര സമയം അത് നിലനിൽക്കുന്നു, വീണ്ടും അത് തീരത്ത് നിന്ന് അകന്നു പോകുന്ന തിരമാല പോലെ അത് പോകുന്നു, അത് വീണ്ടും അപ്രത്യക്ഷമാകുന്നു. ഇതിനെ ഒരു കൗതുകത്തോടു കൂടി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുമോ? ആ നിരീക്ഷണത്തിൽ ഒരു സന്തോഷമില്ലേ? ഒരു സമാധാനമില്ലേ? അതിൻ്റെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ശ്രദ്ധിക്കുക. കൗതുകത്തോടെ, ഒപ്പം സന്തോഷത്തോടെ. നമ്മുടെ മനസ്സിന്റെ ശാന്തത കൈവിടാതെ ആ ശ്രദ്ധയിൽ നമുക്ക് അല്പസമയം കൂടി ചിലവഴിക്കാം. ഇത്രയും സമയം നിങ്ങൾ നിങ്ങളെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുകയായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു. ഇതിനെല്ലാം നിങ്ങളോട് തന്നെ നന്ദി പറയുക. സമയം ചിലവഴിക്കാൻ സാധിച്ചതിനും നിങ്ങളോട് കാണിച്ച ആ സ്നേഹത്തിനും നിങ്ങളെ തന്നെ നിങ്ങൾ അഭിനന്ദിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾക്കൊന്ന് ആശ്ലേഷിക്കാം. ആഴത്തിലുള്ള സ്നേഹം, കാരുണ്യം നിങ്ങളോട് തന്നെ പ്രകടിപ്പിക്കുക. ശാന്തമായി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് തിരികെ വരാം. നിങ്ങളുടെ ശാരീരികമായ അവബോധം വീണ്ടെടുക്കുക. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, ആ ഇരിപ്പിടത്തെക്കുറിച്ച്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ പരിസ്ഥിതിയെക്കുറിച്ചെല്ലാം നിങ്ങൾ അവബോധം വീണ്ടെടുക്കുക. നിങ്ങളുടെ കയ്യിലും കാലിലുമുള്ള വിരലുകൾ സൗമ്യമായി ശാന്തമായി ഒന്ന് ചലിപ്പിക്കുക. നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. ധ്യാനം അവസാനിച്ചു. Thank you, sir. Thank you. Good evening. Good evening. Good evening. Yes, sir. Thank you, sir. Anthony. Thank you. Thank you. Yeah. Thank you all. Okay. ചോദ്യമാകാം.
അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ എന്തായാലും സാർ ഇന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റ് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫീലിംഗ് ആൻഡ് നോയിങ് മൈൻഡ്ഫുള്ളി. സോ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം വളരെ ഡെപ്തായിട്ട് പല വശങ്ങളിൽ കൂടി സാർ ഇന്ന് വരച്ച് കാണിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു തോട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ മനോഹരമായിട്ട് തന്നെ സാറ് ഇന്ന് അവതരിപ്പിക്കുകയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കാം. സാറ് പറഞ്ഞ ആദ്യമായിട്ട് തന്നെ പറഞ്ഞ ഒരു ഇന്നർ മൈൻഡിനെ കുറിച്ചും ഒരു ഔട്ടർ മൈൻഡിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് വളരെ വളരെ ശ്രദ്ധാപൂർവമായ ഒരു കാര്യമായിരുന്നു. അത് മൈൻഡ്ഫുള്ളി ആയിട്ടാണ് നമ്മളതിനെ കേട്ടതും ഒക്കെ. അപ്പോൾ ഔട്ടർ മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ 5 സെൻസസിൽ കൂടിയാണ് ലോകത്തിൽ. ശരിയാണ് സാറ് പറഞ്ഞ 5 നമ്മുടെ സെൻസുകളിൽ കൂടിയാണ് ഔട്ടർ വേൾഡിനെ അറിയുക എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ചിന്തകളൊക്കെ നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ശ്രദ്ധ അങ്ങനെയാണ് പോകുന്നത്. പിന്നാണ് നമ്മൾ ഇന്നർ മൈൻഡിനെ കുറിച്ച് സാറ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സെൽഫ് നോളജിനെ കുറിച്ച് പറഞ്ഞു. വളരെ റിലവൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്, ഒരു സെൽഫ് എൻക്വയറി നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ നടത്താം. ഈ 2 കാര്യങ്ങൾ, ഒരു ഇന്നർ വേൾഡും അല്ലെങ്കിൽ ഇന്നർ മൈൻഡും ഇന്നർ വേൾഡും എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു സാറിൻ്റെ എക്സ്പ്ലനേഷൻ. അതിൽ കൂടെ എല്ലാ ഒരു ദ്വൈത ഭാവത്തിൽ കൂടെ സാറ് 2 കാര്യങ്ങളായിട്ട് അതിനെയൊക്കെ ശരിക്കും ഒരു ദിശാബോധം കേട്ടിരുന്നവർക്ക് തോന്നുന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. എന്താണ് അതിന് പറയുന്നത്, സെൽഫ് എൻക്വയറി വേണമെങ്കിൽ നമുക്ക് നടത്താം. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ തന്നെ ഉള്ള ഈ ഫീലിങ്സും നമ്മുടെ ഈ നോയിങ്ങും ഒക്കെ മൈൻഡ്ഫുള്ളി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ അനുഭവമുണ്ട്. അനുഭവം എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരു ആന്തരിക ഭാവത്തിൽ കൂടി, ഒരു സാക്ഷി ഭാവത്തിൽ കൂടി നമ്മൾക്ക് കിട്ടുന്നതാണ്. അനുഭവം എന്ന് പറഞ്ഞതാണ് എനിക്ക് ആന്റണി സാറ് പറഞ്ഞ മനോഹരമായ ഈ വാക്കുകളിലൂടെയും പല ചിന്തകളിലൂടെയൊക്കെ സാറ് കൊണ്ടുപോയത് അതാണ്. അറിവെന്ന് പറഞ്ഞത് ബാഹ്യമാണല്ലോ. അത് ബാഹ്യമായ തെളിവുകളോ യുക്തിയോ ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മളെക്കുറിച്ച് കൂടുതൽ ബാഹ്യമായിട്ടുള്ള അറിവുകൾ നമ്മളെല്ലാം ലോകത്തിൽ നിന്നാണ് കിട്ടുന്നുള്ള ചില ധാരണകളൊക്കെ ഉണ്ട്. പക്ഷേ സാർ അതൊക്കെ കുറച്ചൊന്ന് മാറ്റി ശരിക്കുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നുള്ള ഒരു കാര്യത്തിലേക്ക് സാർ ഞങ്ങളെ കൊണ്ടുപോയി. തീർച്ചയായിട്ടും അത് വേണം. നമുക്ക് നമ്മളെ തന്നെ അറിയാത്ത ഒരു അവസ്ഥയുണ്ട്. എല്ലാം വെളിയിൽ നിന്ന് ആണ് നമ്മൾ പഠിക്കുന്നതെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതലുള്ള ബോധം എന്താണ്, ശുദ്ധമായ ബോധം അവസാനം സാറ് മെഡിറ്റേഷനിൽ കൂടെ പറഞ്ഞത് വളരെ എന്നെ വളരെ അതൊരു ടച്ച് ചെയ്തു. സാറ് പറഞ്ഞ മൈൻഡ്ഫുൾ ടൂൾസും വളരെ എഫക്റ്റീവ് ആയിരുന്നു. പോസ് എന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുന്ന കാര്യം, ഞാനും എൻ്റെ ഒരു സെഷനിൽ ഈ പോസ് ബട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ള ഒരു മാനസിക അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒക്കെ മാറ്റാനും ഒക്കെയുള്ള കാര്യം സാറ് പറഞ്ഞത് വളരെ മനോഹരമായിട്ട് തന്നെ ഇന്ന് ഇത് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം നമുക്കൊരു ആത്മവിചാരം ചെയ്യാനുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് ആന്റണി സാർ ഇന്ന് എനിക്ക് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ തോന്നിയത്. താങ്ക് യു വെരി മച്ച് ഫോർ എ വണ്ടർഫുൾ സെഷൻ, ഫീലിംഗ് ആൻഡ് നോയിങ് മൈൻഡ്ഫുള്ളി എന്നുള്ളത്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാർ. ഓവർ ടു യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ. റോയ് സാർ. ഓരോ ദിവസത്തെ മെഡിറ്റേഷനിലൂടെ നമ്മൾ എല്ലാം തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഓരോ പുതിയ ഒരു അനുഭൂതികൾ നമ്മളിലേക്ക് നിറയ്ക്കുന്നതിന് സാധിക്കുന്നു. സാറ് പറഞ്ഞ നമ്മുടെ വിശ്വാസ കേന്ദ്രമാണ് ശ്വാസോച്ഛ്വാസം. അതിൽ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളോടൊപ്പം ബോധപൂർവം ശ്രദ്ധിച്ച് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഇവ അറിവുകൾ നേടാനുള്ള ഒരവസരം ഉണ്ടാക്കും. അങ്ങനെ കിട്ടുന്ന സന്തോഷവും സമാധാനവും നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഭൂതിക്ക്
ഈ ഫീലിംഗ് ഇങ്ങനെ വന്നു പോകുന്ന ഇപ്പൊ സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്നർ ഫീലിങ്ങും ഔട്ടർ ഫീലിങ്ങും ഇതിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. സാർ പറയുമ്പോഴാണ് അത് അതിൻ്റെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതും അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നമ്മളിലേക്ക് വരുന്നതുമായി. ഓക്കെ സാർ, പ്രത്യേക അനുഭൂതിയായി. താങ്ക് യു. താങ്ക് യു റോയ് സാർ. നസീമാം കേൾക്കാമോ? ജോഷ് സാർ. സാറ് എന്നെ വിളിച്ചത്? യെസ്. ഞാൻ പണിയിൽ കാരണം വീഡിയോ ഓൺ ചെയ്യണില്ലേ സാറേ. അപ്പൊ ആന്റണി സാറേ, എനിക്ക് സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോഴേ അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. സന്ധ്യ നേരത്തെ ഒരു പ്രാർത്ഥനാ ഗീതം പോലെയാണ് എനിക്ക് എപ്പോഴും സാറിന്റെ ക്ലാസ് തോന്നുന്നത്. അപ്പൊ ഒരു അശരണർക്ക് ഒരു അത്താണി, ഫ്രസ്ട്രേറ്റഡ് ആയ ആളുകൾക്ക് ഒരു ആശ്രയം പോലെയാണ് സാറ് ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് വാക്കുകൾ കൊണ്ട് വർണ്ണചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ മനോഹരാണ് സാറേ. ഞാൻ അന്ന് എഴുതിയെടുത്ത നമ്പർ തെറ്റാണ്. ആന്റണി സാറിന്റെ നമ്പർ എനിക്ക് ചാറ്റ് ബോക്സിൽ ഇടന്നെ വേണം. അപ്പൊ സാറിന്റെ ഒരു മെഡിറ്റേഷൻ തെറാപ്പി അനുസ്യൂതം അങ്ങ് എന്താ പറയാ നിൽക്കാതെ അനന്തമായി തുടർന്നു പോകട്ടെ എന്ന പ്രാർത്ഥനയാണ്. കാരണം ഒത്തിരി പേർക്ക് ചിലപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബ് കിട്ടുകയാണെങ്കിൽ അവർക്ക് വല്ലാത്തൊരു തടാക്ഷന്റെ ഒരു ഇഫക്റ്റ് കിട്ടും മരുന്ന് കഴിച്ചിട്ടുള്ള. അപ്പൊ എല്ലാ നന്മകളും നേരാണ് സാറേ. താങ്ക് യു വെരി മച്ച്. സാബു സാറിനും നന്ദി. എന്റെ നമ്പർ കിട്ടി, എഴുതിയെടുത്ത് തെറ്റിപ്പോയോ? നമ്പർ ഇടണോ ഞാൻ? തിരക്കിട്ടെടുത്ത് എന്റെ തെറ്റിപ്പോയി. സാറിന്റെ വാട്സപ്പ് ഇട്ടിട്ട് സാറ് മറന്നുകൊണ്ട് വിട്ടിട്ടില്ല. അല്ലല്ല, എനിക്ക് നമ്പർ അറിയില്ലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ എഴുതാം. സാറ് പറഞ്ഞാ മതി, ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട്. ഇല്ല, ഞാൻ എഴുതാം. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എഴുതണമെങ്കിൽ ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്പർ ഇട്ടിട്ടുണ്ടോ? നോട്ട് ചെയ്തോ മാം? ഓക്കെ സാറ്. ഓക്കെ. സാർ ഉണ്ടോ? അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഫീലിംഗ് ആൻഡ് നോയിങ് രണ്ടും മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാം, വലിയൊരു എക്സ്പീരിയൻസ് ആണ്. മനോജ് സാർ പറഞ്ഞ പോലെ അനുഭൂതികളുടെ അല്ലെ ഒരു വേലിയേറ്റമാണ്. ഇമോഷൻസും അതുപോലെ ഫീലിങ്സും അതിനെ ബ്രെയിൻ സ്വീകരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു നോയിങ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പാർട്ട്. അപ്പൊ ഇതിനെല്ലാത്തിലും ഒരേ വൈബ്രേഷൻസോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു റിവർബറേഷൻസ് ഒക്കെ ഉണ്ടാകാം. അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം മൈൻഡ്ഫുള്ളി? ഇത് പലപ്പോഴും നെഗറ്റീവാണ്. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സന്തോഷം എന്ന് പറയും, സങ്കടം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരായിട്ടാണ് ഇപ്പോൾ ഫീലിംഗ് പൊതുവെ ഉപയോഗിക്കുന്നത്. കാരണം ഒരു പോസിറ്റീവ് ഫീലിംഗ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫീലും പൊതുവേ ഇല്ല. കാരണം എപ്പോഴും പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതിനെ നമ്മൾ ബ്രെയിനിൻ്റെ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് അതിനൊരു പുതിയ നോയിങ്, ഞാൻ അറിയുന്നു അല്ലേ, നമ്മുടെ ഇമോഷൻസിനൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോയിങ്ങിലേക്ക് മൈൻഡ്ഫുള്ളി എത്തിക്കാൻ തീർച്ചയായിട്ടും നമുക്കാകും. ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഫലപ്രദമായ രീതിയിൽ പല ടൂൾസും സാറ് പറഞ്ഞു അല്ലേ, മൈൻഡ്ഫുൾനെസ്സിനുള്ള ടൂളുകൾ. ഈ ടൂളുകൾ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. സോ ആന്റണി സാർ, താങ്ക് യു വെരി മച്ച്. Okay, thank you all. Have a nice evening and good night to you all. Yes, sir. Okay. Thank you. Okay, bye. Thank you.